എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ പ്രിലിംസിൽ നമുക്കറിയാം 2 പേപ്പേഴ്സ് ഉണ്ട്. അതിലെ ഫസ്റ്റ് GS പേപ്പർ, സെക്കൻഡ് CSAT പേപ്പർ. നൗ CSAT പേപ്പറിൽ നമുക്കറിയാം അതിലൊരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ പോർഷൻസ് ഉണ്ട്, റീസണിങ്ങിൻ്റെ പോർഷൻസ് ഉണ്ട്, കോംപ്രിഹെൻഷൻ ഉണ്ട്. നോ ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം വിത്ത് മെനി ആസ്പിറൻസ്, finding it is so difficult to find out the exact answer for comprehension passages or maybe the reading passages part. ഇവിടെ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? നമുക്ക് ഇംഗ്ലീഷ് അറിയാം, വൊക്കാബുലറി അറിയാം, ഗ്രാമർ അറിയാം, ബട്ട് സ്റ്റിൽ ഒരു പാസേജ് വായിച്ച് കോംപ്രിഹെൻഡ് ചെയ്ത് അതിന്റെ എക്സാക്ട് ആൻസർ പിക്ക് ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു. പലപ്പോഴും നമ്മൾ ലോജിക്കലി അടിപൊളിയാണ് എന്ന് ചിന്തിക്കുന്നത് ആയിരിക്കത്തില്ല UPSCന്റെ ആൻസർ. സോ എന്തൊക്കെയാണ്, വാട്ട് ഓൾ തിങ്സ് യു ഹാവ് ടു ടേക്ക് കെയർ while solving this reading comprehension for your CSAT, prelim CSAT part? See, ഇത് നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചിലപ്പോൾ നിങ്ങൾ ഫ്രഷേഴ്സ് ആവാം, ആദ്യമായിട്ട് UPSCന്റെ പ്രിലിംസ് കൊടുക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. നിങ്ങൾ ആരും ആയിക്കോട്ടെ, ഈ ഒരു ഏരിയയുടെ വെയിറ്റേജ് എന്ന് പറയുന്നത് നമുക്കറിയാം അറൌണ്ട് ഒരു 25 തൊട്ട് 30 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ റീഡിംഗ് കോംപ്രിഹെൻഷൻ പാർട്ട് എന്ന് പറയുന്നത്. കോണ്ട് ഒരു 30 ആണെങ്കിൽ, റീസണിങ് ഒരു 20 ആണെങ്കിൽ, ഒരു 25 to 30 ക്വസ്റ്റ്യൻസ് നമുക്ക് കോംപ്രിഹെൻഷനിൽ നിന്ന് പ്രതീക്ഷിക്കാം. പാസേജസ് ഒക്കെ പല ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ പല ലെവൽസ് ഓഫ് ഡിഫിക്കൽട്ടി ഉള്ള പാസേജസ് ആണ്. പക്ഷെ ചില കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ 30 ക്വസ്റ്റ്യൻസും ആൻസറബിൾ ആണ്, അല്ലെങ്കിൽ അതിൽ അറ്റ്ലീസ്റ്റ് 25 ക്വസ്റ്റ്യൻസ് ആൻസറബിൾ ആണ്. നമുക്കറിയാം CSATൽ 33% മതി. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഞാൻ തന്നെ ഓൾറെഡി ഈ CSATന്റെ കോംപ്രിഹെൻഷൻ പാർട്ടിന്റെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അഡീഷണൽ ലിങ്ക്സ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. സോ ആ വീഡിയോസും കൂടി നിങ്ങൾ കാണുക, നിങ്ങളുടെ വിജയം സുനിശ്ചിതം. ഓക്കെ, സോ ഇവിടെ നോക്കൂ, CSAT പാസേജസ്. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട certain fundamental things are there which you shouldn't compromise. You ask to any topper in this world or any UPSC CSAT expert in this world, yes, ഒരേ ഒരു കാര്യം, ഇനി ഇവരിത് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ തെറ്റായ വഴിയിൽ നയിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പറയുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ദേ ആർ ഗുഡ് മെന്റേഴ്സ്. ഏത് പാസേജസും ആയിക്കോട്ടെ, അത് ഷോർട്ട് കട്ട്സും അല്ലെങ്കിൽ അതിന്റെ ഇരണ്ട വഴികളും തേടി പോകുന്നതിനേക്കാൾ ഉപരി ഏത് പാസേജസിലേക്ക് വരുമ്പോഴും നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ചിലപ്പോൾ നിങ്ങളോട് പറയും ആദ്യം വായിക്കൂ അവസാനം വായിക്കൂ, പാസേജിന്റെ ആദ്യത്തെ ഭാഗം അവസാനത്തെ ഭാഗം മാത്രം വായിക്കൂ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കൂ, അതിന്റെ ആൻസർ സ്കാൻ ചെയ്യൂ. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ആൻസറിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അത് ഏത് പാസേജസും ആയിക്കോട്ടെ, സെൻട്രൽ ഐഡിയ ഓഫ് ദ പാസേജ് എന്താണെന്ന് മനസ്സിലാക്കുക. എന്തിനെ കുറിച്ചാണ് ആ പാസേജ് സംസാരിക്കുക? വാട്ട് ഈസ് ദ സെൻട്രൽ ഇൻഫർമേഷൻ? വാട്ട് ഈസ് ദ ക്രക്സ് ഓഫ് ദ പാസേജ്? വാട്ട് ഈസ് ദ സോളിഡ് ഐഡിയ ദ ഓഥർ ഈസ് ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു? സോ അണ്ടർസ്റ്റാൻഡിങ് ദ സെൻട്രൽ ഐഡിയ ഓർ ദ ക്രക്സ് ഓഫ് ദ, ഇതാരും മറന്നു പോകരുത്. ദിസ് ഇസ് റൂൾ നമ്പർ 1. നിങ്ങൾ കോംപ്രിഹെൻഷൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും മനസ്സിലാക്കുക, ഒരു പാസേജ് വായിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ സെൻട്രൽ ഐഡിയ എന്തിനെ കുറിച്ചാണോ അത് ആധികാരികമായിട്ട് സംസാരിക്കുന്നത് അത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഒരു പാസേജിനെ സംബന്ധിച്ചിടത്തോളം പാസേജ് വായിക്കുമ്പോൾ യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ആർ 3 മേജർ തിങ്സ് യു ഹാവ് ടു അഡ്രസ്. വൈ, എന്തുകൊണ്ട് ആ പർട്ടിക്കുലർ പാസേജില് ഓഥർ ഒരു പർട്ടിക്കുലർ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നു, അയാളുടെ ടോൺ എന്താണ്. ഓക്കെ, ചിലപ്പോൾ അയാൾ സപ്പോർട്ടീവ് ആയിരിക്കാം, ചിലപ്പോൾ അയാൾ ക്രിട്ടിക്കൽ ആയിരിക്കാം. അപ്പോൾ അയാൾ എന്തിനെ കുറിച്ച് സംസാരിക്കുന്നു, എന്തുകൊണ്ട് സംസാരിക്കുന്നു. ഓക്കെ, ഒരു പർട്ടിക്കുലർ പോളിസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, സ്കീമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ അതിന്റെ ഇൻസഫിഷ്യൻസിനെ വെളിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അത് പോസിറ്റീവ്ലി ഇമ്പാക്ട് ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണങ്ങളെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെയുള്ള സിസ്റ്റത്തിന്റെ ഇൻഎഫിഷ്യൻസിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ അയാൾ എന്തിനെ കുറിച്ച്, ഒരു പർട്ടിക്കുലർ സംഭവത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് സംസാരിക്കുന്നു എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഹൗ, അത് എങ്ങനെയാണ്, അത് അയാളുടെ ആർഗ്യുമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആ പ്രിമൈസസിൽ കൊടുത്തിരിക്കുന്ന ചില വാലിഡ് എവിഡൻസസ് ഉണ്ടാവും, സപ്പോർട്ടിംഗ് പോയിന്റ്സും ആർഗ്യുമെന്റ്സും കൗണ്ടർ ആർഗ്യുമെന്റ്സും എക്സാമ്പിൾസും എവിഡൻസസും ഉണ്ടാവും. അത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നൗ ഫൈനലി എന്തിലേക്കാണ് അത് ലീഡ് ചെയ്യുന്നത്, അതിന്റെ കൺക്ലൂഷൻ പാർട്ടാണ്. ഇതൊക്കെ ഇയാൾ സംസാരിക്കുന്നുണ്ട്, ഇത്രയും സപ്പോർട്ടിംഗ് ഐഡിയാസ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ യെസ്, ഇവൻച്വലി ആ ഒരു ഡിസ്കഷൻ എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് കോംപ്രിഹെൻഷൻ പാസേജിന്റെ എസൻസ് എന്ന് പറയുന്നത്. യെസ്, അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് പാസേജ് വായിക്കുമ്പോഴും ഓഥറിന്റെ ടോൺ അല്ലെങ്കിൽ അയാളുടെ സ്റ്റാൻഡ് മനസ്സിലാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. യെസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
ഇപ്പൊ ഒരു ഗവൺമെന്റ് സ്കീമിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് പുള്ളി സംസാരിക്കുന്നത്. ഓക്കെ, അതിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇൻഫറൻസ് ആണ് ചോദിച്ചെങ്കിൽ ചിലപ്പോൾ അതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻഫറൻസ് ആയിട്ട് വരുന്നത് ഇവിടുത്തെ ഇൻസഫിഷ്യൻസിനെ കുറിച്ച് പറയാനായിരിക്കും ചിലപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സ്കീമിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് അയാൾ സംസാരിച്ചിട്ടുണ്ടാവുക. അപ്പൊ അദ്ദേഹം ക്രിട്ടിക്കൽ ആണോ, സപ്പോർട്ടീവ് ആണോ, ആർഗ്യുമെന്റീവ് ആണോ, അല്ലെങ്കിൽ അദ്ദേഹം ഏത് ടോണിലാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പാസേജ് ഇൻഫർ ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ അസംഷൻ എടുക്കാനോ അല്ലെങ്കിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാനോ കുറേയും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ പാസേജിൽ സംസാരിക്കുന്ന ഓതറിന്റെ ടോൺ എന്താണ് എന്ന് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട എലമെന്റ് ആണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതിൽ അനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അതിന്റെ എഡിറ്റർ അല്ലെങ്കിൽ അതിന്റെ സംവിധായകൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ഒരു ഫൈനൽ പ്രോഡക്റ്റ് നമ്മളിലേക്ക് എത്തിക്കുക. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒരു പാസേജ് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യനിലേക്ക് എത്തുമ്പോൾ അതിന്റെ ചോയ്സസിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ചില കണ്ടന്റിന്റെ ആവശ്യമില്ല. ചില ചോയ്സസ്, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ തന്ന് യൂഷ്വലി നമുക്ക് 4 ചോയ്സസ് ആണല്ലോ തരുന്നത്. അപ്പൊ 4 ചോയ്സസ് തരുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഈ ചോയ്സിന്റെ ആവശ്യം, ഇത് ഇറലവന്റ് ആണ്. പാസേജിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിന് നേരെ വിപരീതമായിട്ട് സംസാരിക്കുന്ന ചോയ്സസ് ഉണ്ടാവാം. ഓക്കെ, പാസേജിൽ പറഞ്ഞിരിക്കുന്നതിന് നേരെ വിപരീതമായിട്ട് സംസാരിക്കുന്ന ചോയ്സസ് ഉണ്ടാവാം. അല്ലെങ്കിൽ ടോട്ടലി ഇറലവന്റ് ആണ്, ആ കോണ്ടസ്റ്റുമായിട്ട് ഒരു ആവശ്യമില്ലാത്ത വൃത്തികെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ആവശ്യമില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ്. ഇനി അതും അല്ലെങ്കിൽ ടോട്ടലി അൺസപ്പോർട്ടീവ് ആണ്. ഓദർ എന്തിനെ കുറിച്ചോ പറയുന്നു, റോക്കറ്റ് വിടുന്നതിനെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്പേസ് ടെക്നോളജിനെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ച് പറയുന്നു. ഇത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ലൈക്ക് ഏതെങ്കിലും ലൈക്ക് എന്താ പറയാ, സയന്റിസ്റ്റിന് ലൈക്ക് മൂലക്കുരുവായിരുന്നു എന്നോ അല്ലെങ്കിൽ സയന്റിസ്റ്റിന് ലൈക്ക് തളർവാദം വന്ന് കിടപ്പിലായിരുന്നു എന്നോ ഒക്കെ പറയുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. അതായത് പറഞ്ഞിരിക്കുന്ന കോണ്ടസ്റ്റുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു ചോയ്സ് തന്നിട്ടുണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യാം. മറ്റൊന്ന് വെച്ചാൽ എക്സ്ട്രീം ആണ്. ചിലപ്പോൾ അദ്ദേഹം പർട്ടിക്കുലർ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഇന്ത്യയിലെ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ചായിരിക്കും പറഞ്ഞത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ചായിരിക്കും പറഞ്ഞിരിക്കുക. സ്റ്റേറ്റ്മെന്റ് തരുന്നത് ഭയങ്കര ജനറലൈസ്ഡ് ആയിട്ടായിരിക്കും. അതായത് ഓവറോൾ ഗ്ലോബൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇത്രയും പതറ്റിക് ആണെന്നും പറഞ്ഞുകൊണ്ടായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എക്സ്ട്രീം ആയിട്ടുള്ള, ഓവർ ജനറലൈസ്ഡ് ആയിട്ടുള്ള, അൺസപ്പോർട്ടീവ് ആയിട്ടുള്ള, കോൺട്രാഡിക്ടറി ആയിട്ടുള്ള, ഇറലവന്റ് ആയിട്ടുള്ള ചോയ്സസ് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട എലമെന്റ്. അങ്ങനെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ കൂളായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഓക്കെ, അപ്പൊ അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊന്ന് സ്കിം ആൻഡ് സ്കാൻ എന്ന് പറയും. വാട്ട് ഈസ് സ്കിം ആൻഡ് സ്കാൻ? സ്കിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ എന്താ പറയാ, വളരെ വേഗത്തിൽ സമയം കളയാണ്ട് വളരെ വേഗത്തിൽ നിങ്ങൾ ആ പാസേജ് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ ചില കുട്ടികളൊക്കെ ചെയ്യുന്നത് ഒരു വേർഡിന്റെ മീനിങ് കിട്ടിയില്ലെങ്കിൽ അത് തന്നെ ആലോചിച്ച് ചിന്തിച്ചിരുന്നിട്ട് അങ്ങനെ തന്നെ കുറെ സമയം കളയും. അപ്പൊ നിങ്ങൾ ആ പാസേജിന്റെ ടോട്ടാലിറ്റിയിൽ അതിനെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ക്വസ്റ്റ്യന് അനുസൃതമായിട്ടുള്ള അതിന്റെ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്ന പർട്ടിക്കുലർ ഏരിയ അത് സ്കാൻ ചെയ്യുക. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതിന്റെ ആൻസർ കണ്ടെത്താനുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ആ പാസേജിൽ സ്കാൻ ചെയ്യുക. അപ്പൊ ഇതും ഈ സ്കിം ആൻഡ് സ്കാൻ എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ് പാസേജസിൽ ആസ് ഫാർ ആസ് ദിസ് comprehension part of this CSAT is concerned, okay, or this passage part of the CSAT is concerned. നമ്മൾ മുഴുവനായിട്ട് ഇങ്ങനെ എസ്സേ വായിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ഉപന്യാസം വായിക്കുന്നത് പോലെ വായിച്ചോണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നല്ലാണ്ട് വേറൊരു ഗുണമില്ല. യെസ്, വളരെ സ്പീഡിൽ അതേസമയം മനസ്സിലാവുന്ന രീതിയിൽ വായിച്ച് ക്വസ്റ്റിന് അനുസൃതമായിട്ട് കണ്ടന്റ് കിട്ടേണ്ട ഏരിയാസ് സ്കാൻ ചെയ്ത് ഇൻഫർമേഷൻസ് സ്കാൻ ചെയ്ത് ആൻസറിലേക്ക് എത്തിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, ഇനി മറ്റൊന്ന്, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നിങ്ങൾക്ക് യൂഷ്വലി വരുന്ന ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ മോസ്റ്റ്ലി വരുന്ന ക്വസ്റ്റ്യൻസ് ഇൻഫറൻസ് ആയിരിക്കും, അസംഷൻ ആയിരിക്കും, കൊറോളറി ആയിരിക്കും, ക്രക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻ ആയിരിക്കും, ഇംപ്ലൈ ആയിരിക്കും. ഇങ്ങനെയുള്ള കീവേഡ്സ് ആണ് യൂഷ്വലി ചോദിക്കാറുള്ളത്. അപ്പോൾ ഒരു പാസേജിൽ ഇപ്പൊ ഒരു ഓതർ കുറെ കഥകളൊക്കെ പറഞ്ഞ് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞ് therefore, ദാറ്റ് ഈസ് വൈ, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഹൗ, അല്ലെങ്കിൽ ദിസ് ഈസ് ഹൗ, ഇങ്ങനെയുള്ള ചില കീവേഡ്സ് ഉപയോഗിക്കും, ചില സിഗ്നൽ വേർഡ്സ് ഉപയോഗിക്കും. അയാൾ കുറെ കഥകളൊക്കെ പറയുന്നു, കുറെ എക്സാമ്പിൾസ് ഒക്കെ പറയുന്നു. ഇതൊക്കെ പറഞ്ഞ് സമഗ്രമായിട്ട് അതിനെ എന്താ പറയുക കൺക്ലൂഡ് ചെയ്തുകൊണ്ട് അയാൾ ഒരു ആശയത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ചില സിഗ്നൽ വേർഡ്സ് പാസേജിൽ ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ അത് therefore, ദാറ്റ് ഈസ് വൈ, however, ഓക്കെ, ഇങ്ങനെയുള്ള ചില കീവേഡ്സ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കീവേഡ്സ് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം വരുന്ന കണ്ടന്റ് ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം വരുന്ന കണ്ടന്റ് ആയിരിക്കും ചിലപ്പോൾ ഹോൾ പാസേജിനെ സമ്മറൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സിഗ്നൽ വേർഡ്സ് ശ്രദ്ധിക്കുക. ഇതൊക്കെ എപ്പോഴും ഒരുപോലെ വർക്ക്ഔട്ട് ആവണം നിർബന്ധമില്ല. ഞാൻ പറഞ്ഞത്
നമ്മൾ ഒരു രക്ഷയും ഇല്ലാത്ത വരുന്നത് നമുക്ക് പാസേജസ് ഒരു തരത്തിലും അടുക്കാൻ പറ്റാത്ത സംഭവമാണെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യേണ്ട ചില ബേസിക് റൂൾസ് ആണ് ഞാൻ പറയുന്നത്. ഇത് ഒരുപാട് പേർക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. കുറെ വർഷങ്ങളായിട്ട് ഞാൻ കൊടുക്കുന്ന സൊല്യൂഷൻസും ആണ് എൻ്റെ അടുത്ത് പേഴ്സണൽ മെന്റർഷിപ്പിന് വരുന്ന കുട്ടികൾക്ക്. അവർക്കൊക്കെ ഇത് വർക്ക്ഔട്ട് ആയിട്ടുമുണ്ട്. ഓക്കെ, ദെൻ സി കൊറോളറീസ്. മറ്റൊരു കീവേഡാണ് കൊറോളറീസ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഓരോ ബേസിക് കീവേഡ്സിന്റെ മീനിങ് അറിയാമെങ്കിൽ തന്നെ പകുതി തലവേദന കഴിഞ്ഞു എന്നുള്ളതാണ്. കൊറോളറീസ് എന്നുള്ള കോൺസെപ്റ്റ് നമുക്കറിയാം. നമ്മൾ കൊറോളറീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുവരെ വാട്ട് ഓൾ തിങ്സ് ദ ഓതർ ഡിസ്കസ്ഡ് ദർ, അവിടെ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അതിന്റെയൊക്കെ ഫൈനൽ കൺക്ലൂഷൻ എന്തായിരിക്കും, കോൺസിക്വൻസസ് എന്തായിരിക്കും എന്നുള്ളതാണ് കൊറോളറി ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ തന്നിരിക്കുന്ന പ്രൊമൈസസിൽ പാസേജിൽ അരിച്ചു വെക്കാൻ പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഓക്കെ, ഇൻഫറൻസിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അത് അൺസ്റ്റേറ്റഡ് ആണ്. അതായത് പാസേജിൽ തന്നിട്ടുണ്ടാവില്ല. പാസേജിലുള്ള പ്രൊമൈസസിന്റെ ബേസിസിൽ നമ്മൾ കണ്ടെത്തേണ്ട ലോജിക്കൽ കൺക്ലൂഷൻ ആണ് ഇൻഫറൻസ് എന്ന് പറഞ്ഞതുപോലെ. കൊറോളറി എന്ന് പറയുന്നത് ലോജിക്കൽ കോൺസിക്വൻസ് ആണ്, ലോജിക്കൽ ഔട്ട്കം ആണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിന്റെ ഔട്ട്കം എന്തായിരിക്കും? മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊന്ന്, ഈ അസംഷനും ഇൻഫറൻസും നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ ഇതിന്റെ ബേസിക് ഡിഫറൻസ് എന്താണെന്ന് അറിയുക. ഓക്കെ, ഇപ്പൊ അസംഷൻ എന്താണ് അല്ലെങ്കിൽ ഇൻഫറൻസ് എന്താണ് എന്നറിയില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും കൺഫ്യൂസ്ഡ് ആവും. ഈ അസംഷൻ എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കൂ. അസംഷൻ ഈസ് അസംഷൻ എന്ന് പറയുന്നത്, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ ഓതർ സംസാരിക്കുന്ന അല്ലെങ്കിൽ അയാളുടെ ആർഗ്യുമെന്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന പാസേജിൽ തന്നിരിക്കുന്ന പ്രിമൈസ് ആണ് അസംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ പ്രിമൈസസ് സപ്പോർട്ടിങ് ഓതേഴ്സ് ആർഗ്യുമെന്റ്സ്. ഓക്കെ, അയാളുടെ ആർഗ്യുമെന്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന the statement which is taken for granted, author taken for granted. Okay, അല്ലെങ്കിൽ ഓതറുടെ ആർഗ്യുമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന അയാളുടെ ആർഗ്യുമെന്റുമായിട്ട് മാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അതിലേക്ക് വെളിച്ചം വീശുന്ന പ്രിമൈസസ് എന്താണോ അതിനെ നമ്മൾ അസംഷൻ എന്ന് പറയുന്നു. ഓക്കെ, പക്ഷെ ഇൻഫറൻസ് എന്ന് പറയുന്നത് ലോജിക്കൽ കൺക്ലൂഷൻ ആണ്. അതിന് ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡിന്റെ സ്വഭാവം ഇല്ല. കാരണം ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ മാത്രമേ സംഭവിക്കുള്ളൂ, അങ്ങനെ സംഭവിക്കാൻ പാടുള്ളൂ. ഓക്കെ, അസംഷൻ എന്ന് പറയുന്നത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്. ഓതറിന്റെ ആർഗ്യുമെന്റ്സ് ഇങ്ങനെ ആവുമ്പോൾ ഓക്കെ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രിമൈസ് ഇങ്ങനെ ആവാം എന്നുള്ള സംഭവമാണ്. ഓക്കെ, അപ്പൊ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ പാസേജിൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. മൈ ഡിയർ ചിൽഡ്രൻ, മൈ ഡിയർ ആസ്പിരൻസ്, ഇത് നിങ്ങൾ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഗാലന്റിന്റെ എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റുള്ള ഒരുപാട് ആസ്പിരൻസിന് അത് ഗുണകരമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യു സീ ദാറ്റ് യെസ്, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ അസംഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻഫറൻസ് ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരു പാസേജിൽ ഒരു ഓതർ ഒരു ഗവൺമെന്റ് സ്കീംസ്, ആത്മനിർഭർ ഭാരത് എന്നുള്ള ഒരു സ്കീം അല്ലെങ്കിൽ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ഒരു സ്കീം, ഒരു പർട്ടിക്കുലർ സ്കീമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് വിചാരിക്കുക. ഓക്കെ, ആ സ്കീമിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചോ അതിന്റെ പോസിറ്റീവ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നുവെങ്കിൽ മോസ്റ്റ് കോമൺ കേസസിൽ അതിന്റെ അസംഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബിയസ്ലി ഇത് ഇംപ്ലിമെന്റ് ചെയ്താലുള്ള ഗുണഗണങ്ങളായിരിക്കും ചിലപ്പോൾ അതിന്റെ അസംഷൻ ആയിട്ട് വരുന്നത്. അദ്ദേഹം ആ സ്കീമിന്റെ പോസിറ്റീവ്സിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അസംഷൻ എന്താന്ന് വെച്ചാൽ ഒബിയസ്ലി ആ സ്കീം ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യകതയായിരിക്കാം ചിലപ്പോൾ അതിന്റെ അസംഷൻ എന്ന് പറയുന്നത്. ഇനി അതല്ലെങ്കിൽ ഈ സ്കീം ഇംപ്ലിമെന്റ് ചെയ്താലുള്ള പോസിറ്റീവ് ഇമ്പാക്ട്സ് ആയിരിക്കാം അതിന്റെ അസംഷൻ എന്ന് പറയുന്നത്. കാരണം അതിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒബിയസ്ലി ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യകതയായിരിക്കാം അതിന്റെ അസംഷൻ, അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ളതായിരിക്കാം അതിന്റെ അസംഷൻ, അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടാൽ അതിനുണ്ടാവുന്ന പോസിറ്റീവ് ഔട്ട്കംസ് ആയിരിക്കാം അതിന്റെ അസംഷൻ. ഓക്കെ, അപ്പം ആ ആർഗ്യുമെന്റിനോട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന പ്രിമൈസ് ആയിരിക്കും. പക്ഷേ ഇൻഫറൻസ് എന്ന് പറയുന്നതിന്റെ ഡിഫറൻസ് എന്താണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരു ഓതർ ഒരു ഗവൺമെന്റ് സ്കീമിന്റെ പോസിറ്റീവ്സിനെ കുറിച്ച് സംസാരിക്കുന്നു, ബെനിഫിറ്റ്സിനെ കുറിച്ച് സംസാരിക്കുന്നു. ഓക്കെ, ഒരു സ്കീമിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിന്റെ കൺക്ലൂഷൻ ഒരു പക്ഷേ, അല്ലെങ്കിൽ അതിന്റെ ലോജിക്കൽ കൺക്ലൂഷൻ ഇൻഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കാം? യെസ്, ഇവിടെ അങ്ങനെയുള്ള സ്കീംസിന്റെ ഇൻസഫിഷ്യൻസി ആയിരിക്കാം, അപര്യാപ്തതയായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്കീംസ് ഇല്ലാത്തത് കൊണ്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കാം ചിലപ്പോൾ അതിന്റെ ഇൻഫറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇങ്ങനെയുള്ള സ്കീംസിന്റെ പോസിറ്റീവ്സും ബെനിഫിറ്റ്സും അദ്ദേഹം സംസാരിക്കുമ്പോൾ ഇൻഫറൻസ് ഒരുപക്ഷെ യെസ്, അങ്ങനെയുള്ള സ്കീംസ് ഇല്ലാത്തത് കൊണ്ടുള്ള ഈ പറയുന്ന പ്രശ്നങ്ങളും, അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ ഒരു 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 ക്രിട്ടിക്കൽ സൈഡിൽ എന്തെല്ലാം ഗവൺമെന്റ് സൈഡിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ സ്കീംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ജനങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ അതിന്റെ ഇൻഫറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ അസംഷനിൽ എന്താണോ ഓതറിന്റെ ആർഗ്യുമെന്റ് എന്താണോ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന
ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് സപ്പോർട്ടിങ് ദീസ് ഓതേഴ്സ് ആർഗ്യുമെന്റ്, അതായിരിക്കും അസംഷൻ. പക്ഷെ ഇൻഫറൻസ് എന്ന് പറയുന്നത് ഒരു ലോജിക്കൽ കൺക്ലൂഷൻ ആവാം, അതൊരു ലോജിക്കൽ കൺക്ലൂഷൻ ആകണം. മനസ്സിലായോ? സോ ദാറ്റ് യു പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓവർ ജനറലൈസേഷൻ. അതായത് പാസേജസ് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ GS1 നോളജോ, GS2 ഇന്റർനാഷണൽ റിലേഷന്റെ നോളജോ, സോഷ്യൽ ജസ്റ്റിസിന്റെ നോളജോ, GS3 നോളജോ അപ്ലൈ ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ആ പാസേജിന്റെ പ്രിമൈസസുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ആദ്യത്തെ ലൈൻ തൊട്ട് അവസാനത്തെ ലൈൻ വരെ അദ്ദേഹം എന്താണോ സംസാരിക്കുന്നത് അതിനെ ബേസ് ചെയ്ത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ചോയ്സ് പിക്ക് ചെയ്യുക. നോ ജനറലൈസേഷൻ, നോ ഓവർ ജനറലൈസേഷൻ, നോ ഓവർ തിങ്കിങ്. ചിന്തിച്ച് 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 അലമ്പാക്കി കളയരുത്. ഓക്കെ, ഇറ്റ്സ് എ റിക്വസ്റ്റ് ടു എവറി ആസ്പിറന്റ്. എന്താണോ ചിന്തിക്കേണ്ടത് അത്രയും ചിന്തിച്ചാൽ മതി, അതിന്റെ അപ്പുറം കാട് കയറി ചിന്തിച്ച് കുളമാക്കരുത്. ഓക്കെ, നൗ നെക്സ്റ്റ് തിങ് ഈസ് ലൈക്ക് നോ ഓവർ ടൈം സ്പെൻഡിങ് ഓൺ പാസേജസ്. നിങ്ങൾക്ക് ഇത്രയും പാസേജസ് ഉണ്ട്, ഒരു പാസേജ് നിങ്ങൾക്ക് ഒരു തരത്തിലും കോംപ്രിഹെൻഡ് ആവുന്നില്ലെങ്കിൽ അതവിടെ വിട്ടേക്കൂ, മൂവ് ടു അതർ പാസേജ്. ഓക്കെ, അപ്പൊ ഇത്രയും പാസേജസ് ഉണ്ട്, ഒരു പാസേജിന് വേണ്ടിയിട്ട് നിങ്ങൾ 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് ബ്ലണ്ടർ ആണ്. മനസ്സിലായോ? അപ്പം വാട്ട് ഐ സെഡ് ഇസ് ദാറ്റ് ഒരുപാട് സമയം ഒരു പാസേജോ അതിന്റെ ചോയ്സസോ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കളയരുത്, ബാക്കിയുള്ള പാസേജസ് സോൾവ് ചെയ്യുക. ഓക്കെ, then see, don't ignore regular practices. So that is the most important thing I would say everyone. Yes, നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്താലും ശരി, റെഗുലർ പ്രാക്ടീസ് ഇല്ല എന്നുണ്ടെങ്കിൽ ചെയ്യുന്നതെല്ലാം വെള്ളത്തിലാവും. ഓക്കെ, what I am saying is that ഇത് കാണാപ്പാഠം പഠിക്കേണ്ട ഒരു സാധനമല്ല, അല്ലെങ്കിൽ ഇത് നമ്മൾ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ നോക്കി വെച്ച് ചെയ്യേണ്ട സാധനമല്ല. what I say is that എല്ലാ ദിവസവും, ഇനി ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ എക്സാമിലേക്ക്, എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായോ? എല്ലാ ദിവസവും കോംപ്രിഹെൻഷൻ നിങ്ങൾക്ക് ടഫ് ആണെന്നുണ്ടെങ്കിൽ, ഇനി നിങ്ങൾക്ക് ടഫ് അല്ലെങ്കിൽ പോലും എവറി ഡേ അറ്റ്ലീസ്റ്റ് ഒരു പാസേജ് വെച്ചെങ്കിലും സോൾവ് ചെയ്യാനായിട്ട് സമയമില്ല എന്ന് നിങ്ങൾ പറയരുത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യാറുണ്ട്. അപ്പോൾ പാസേജ് ചെയ്യാൻ സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തോൽവി സുനിശ്ചിതം എന്നങ്ങോട്ട് എഴുതി വെച്ചേക്കുക. ചെയ്യാനുള്ളത് ചെയ്യണം, ശരിയല്ലേ? അപ്പോൾ പാസേജസ് നിങ്ങൾക്ക് ടഫ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും പാസേജിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം. ഓക്കെ, സോ പ്ലീസ് ട്രൈ ഓൾ ദീസ് തിങ്സ് ആൻഡ് സൈനിങ് ഓഫ്. This series will continue and we want to get comments or response from your side, reviews from your side. Do you like this type of the videos or not? Just put to the reviews. Okay, otherwise you see, like, people are getting personal individual mentorships. So this, I felt that this will be helpful for many other aspirants. So in the Galanda channel, Galanda AS channel, many other this CSAT videos of mine and other faculties are available. Just watch it and just make yourself stronger in the CSAT part. Okay, that's it. All the best. Thank you. Gallant IAS, chasing your passion to ace.